പിന്നെ പടച്ചോനെ എപ്പോഴും വിളിക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം വെച്ചാൽ ഞാൻ തീരെ വിളിക്കാറില്ല. അതുകൊണ്ട് പടച്ചോനെ വിളിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പോൾ നിങ്ങളെല്ലാവരും വിളിച്ചോളി. പക്ഷെ എന്നാലും അത് അങ്ങനെ വിളിക്കണമെന്നൊന്നുമില്ല. കാരണം പടച്ചോനെ അറിയാലോ നിങ്ങൾക്ക് എന്താ ആവശ്യം എന്നുള്ളത്. എന്നെയും നിങ്ങളെയും പോലെ ഒന്നും അറിയാത്ത ആളല്ലല്ലോ പടച്ചോൻ. അതുകൊണ്ട് പടച്ചോന് മനസ്സിലാവും നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന്. എന്നിട്ട് നിങ്ങളിപ്പോൾ ഇവിടെ കുറച്ചേരം ഇരുന്നിട്ടൊന്ന് ആലോചിക്കും, ചികിത്സ വേണോ വേണ്ടയോ എന്ന്. വേണമെങ്കിൽ ഞാൻ ഈ പറയുന്ന പഥ്യങ്ങൾ മുഴുവനും പാലിക്കേണ്ടി വരും. ആദ്യം ഒന്ന് വയറിളക്കുക, പരിപൂർണമായിട്ടും വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്ന ആളുകളായിട്ട് മാറുക. വയറിളക്കൽ രോഗി മാത്രം ഇളക്കിയാൽ മതി കേട്ടോ. നിങ്ങളെല്ലാവരും കൂടെ തൂറിയിട്ട് പണിയായിപ്പോൾ അത് വേണ്ട. അതുകൊണ്ട് വയറിളക്കൽ ആ രോഗി മാത്രം. പക്ഷെ പച്ചക്കറിയാർ ആ വീട്ടിലെ ഭാര്യ, ഭർത്താവ്, ഉമ്മ, വാപ്പ, മക്കളൊക്കെ കംപ്ലീറ്റ് ആളും ആയിക്കോളുക. അങ്ങനെയാണെങ്കിൽ രോഗം മാറാനുള്ളൊരു മാർഗമുണ്ട്. ഇനി ഇതൊക്കെ കേട്ടിട്ട് അതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ കാര്യം മൊത്തം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളിൽ ചില ആളെ പണിയും തരുമോ? ഇപ്പം തന്നെ ഇവിടുന്ന് അങ്ങ് അപ്പുറം പോകും. ഇപ്പം ഞാൻ ഫേസ്ബുക്കിലൊന്നും ഉണ്ടാവില്ല, ഞാൻ കാണുമല്ലോ. എന്നിട്ട് അതിൻ്റെ അടിയിൽ കമൻ്റ് ഇടും, ഇവൻ ഭയങ്കര ഉടായിപ്പുണ്ട്. എന്നിട്ട് ഞാനെന്ത് ഉടായിപ്പ് നിങ്ങളെടുത്താക്കി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണോ? നിങ്ങളെ ഞാൻ ഏതെങ്കിലും തരത്തിൽ പറ്റിച്ചോ? നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾ പോയിക്കോളൂ എന്നല്ലേ പറയുന്നത്. എനിക്ക് വേണ്ട, നിങ്ങൾ ചികിത്സിക്കാൻ താല്പര്യമില്ല പോയി, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങളെന്തെന്ന് എഴുതുന്നത്? ഇവൻ ഉടായിപ്പാണ്. ഇനി അടുത്ത ഡയലോഗാണ്, ഇവൻ കള്ളു പിടിക്കും, കഞ്ചാവ് അടിക്കും, പിന്നെ പെണ്ണും പിടിക്കും. നിങ്ങളൊന്ന് ആലോചിച്ചോ. എടാ ഞാനൊന്ന് കള്ളു പിടിക്കേണ്ട ആളല്ലാന്ന്. എനിക്ക് കള്ളും കഞ്ചാവൊന്നും എന്നെ ലഹരിയിലാക്കൂല. കാരണം എന്താ പറയുക, എനിക്ക് ലഹരി ഞാൻ തന്നെയാണ്. ഞാൻ നല്ല രസമായിട്ടല്ലേ ജീവിക്കുന്നത്, ഞാൻ തന്നെയല്ലേ ലഹരി. എനിക്കൊരു മാതൃകയാക്കി ഈ ദുനിയാവിൽ അങ്ങനെയുണ്ടോ? ചില ആൾ മാതൃകയാക്കുമെന്ന് പറയുമല്ലോ. ഞാൻ നോക്കുമ്പോൾ നമുക്ക് മാതൃകയാക്കാൻ പറ്റാളെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലേ കണ്ടിട്ടില്ല. നമുക്കൊരാളെ മാതൃകയാക്കണമെന്നൊന്നുമില്ല, കണ്ടിട്ടില്ല. ആകെ കണ്ടത് എൻ്റെ ഉമ്മാനെയും അപ്പനെയും മാത്രം. വേറൊരാൾ ജീവിക്കുന്ന പോലെ ജീവിക്കണം, അല്ലെങ്കിൽ അയാളെ പോലെ എനിക്കാവണമെന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിലേ തോന്നില്ല. കാരണം അങ്ങനെ ഒരാളില്ല. അപ്പോൾ എനിക്ക് ലഹരി ഞാൻ തന്നെയാണ്. അപ്പോൾ എന്നെ ഈ പറഞ്ഞ കള്ളിലോ കഞ്ചാവിലൊന്നും ലഹരിയാക്കാനാവില്ല. പിന്നെ പെണ്ണ് പിടുത്തം, പൊന്ന് ചങ്ങായി മാറാം. 14 വയസ്സായി. ഇനി നമുക്ക് പെണ്ണിനെ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അത്യാവശ്യം പെണ്ണുങ്ങൾ നമ്മളെയും പിടിക്കുമല്ലോ. എന്താ ചിരിക്കും നിങ്ങൾ? എല്ലാം പിടിക്കുമോ? നമ്മളിപ്പോൾ സാധാരണ കണ്ടിട്ടുള്ളത് പെണ്ണ് പിടിക്കുന്ന ആണിനാണ്. അങ്ങനെയല്ല കേട്ടോ, പെണ്ണ് പിടിക്കുന്ന ആണും ഉണ്ട്, ഈ ദുനിയാവിലുണ്ട്. പിടിച്ചാളിയും എന്നെ എത്ര പെണ്ണുങ്ങളൊക്കെ പിടിക്കലുണ്ട് കേട്ടോ. ഞാൻ പിന്നെ നമുക്ക് ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിടിച്ചോന്ന് പറയും. നിങ്ങൾ പിടിച്ചോളി. ഞാൻ അതൊക്കെ എഴുതാറുണ്ട്. ആ എഴുതുന്നതിൻ്റെ അടിയിലും വന്നിട്ട് ചില ആൾ എന്നെ തെറി പിടിക്കും, ഇവൻ കാമപ്രാന്തനാണ്. ഒട്ടന്മാരുള്ളങ്ങളല്ലോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന പെണ്ണിരിക്കുന്നു. എനിക്കൊന്നും പെണ്ണുങ്ങളോടൊന്നും അങ്ങനെ ഒരു ഇഷ്ടം തോന്നാറില്ല. കാരണം വെച്ചാൽ ഞാൻ കാണുന്ന പെണ്ണുങ്ങൾ മൊത്തം ചൊറിയും ചരങ്ങനെ പിടിച്ച് പുഴുവെല്ലാം അരിച്ച് അലാക്കിൻ്റെ അവലുമിഞ്ഞായ പെണ്ണുങ്ങളെ ഞാൻ കാണുന്നു. പിന്നെ കാണുന്ന പെണ്ണുങ്ങൾ എന്നെപ്പോലെ തന്നെ കുറച്ച് പ്രാന്തുള്ള പെണ്ണുങ്ങളുണ്ട്. ഈ വട്ടന്മാരെ മാത്രം ഇഷ്ടപ്പെടുന്ന ചില സ്ത്രീകളുണ്ട് കേട്ടോ. അവർക്ക് വട്ടുള്ള ആണുങ്ങളെ ഇഷ്ടപ്പെടും. ഗ്ലാമറൊന്നും വേണ്ട. ഞാൻ നോക്കിയാൽ കറുത്ത് കരിക്കട്ട പോലത്തെ ഒരു സുഖമില്ലാത്ത ഇഷ്ടമാണ്. പക്ഷെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ചില സ്ത്രീകളുണ്ടാവും. അവരോട് നമുക്കൊരു ഇഷ്ടം ഉണ്ടാവും. ഞാൻ അവരോട് യാത്ര പോകും, 2-3 ദിവസം താമസിക്കും. അതിന് ഇന്ന പെണ്ണൊന്നുമില്ല. നമുക്ക് പിന്നെ ജാതി മതമൊന്നുമില്ല. ഹിന്ദുവും പറ്റും, ക്രിസ്ത്യൻ പറ്റും, മുസ്ലിം പറ്റും, ഇത് രണ്ടിനും പെടാത്തതും പറ്റും, എല്ലാം പറ്റും. നമുക്കങ്ങനെ ഒരു വേർതിരിവ് നമ്മൾ പടച്ചവനെ പോലെയാണ്. പടച്ചവന് മുമ്പിൽ ഒരു വേർതിരിവില്ലല്ലോ. നിങ്ങൾ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ എന്നെക്കുറിച്ചൊന്ന് ആലോചിച്ച് ബേജാറാക്കാനും നിൽക്കണ്ട, സന്തോഷിക്കാൻ നിൽക്കട്ടെ. കാരണം ഞാനെല്ലാം എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ. ഞാൻ തെറ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ അനുഭവിക്കും. പടച്ചവൻ നിങ്ങളെ ശിക്ഷിക്കൂലല്ലോ എനിക്ക് വേണ്ടിയിട്ട്. എനിക്ക് തന്നെയല്ലേ ശിക്ഷ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അനുഭവിച്ചോട്ടെ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചികിത്സയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ഈ പറയുന്നത് പോലെ ആ രോഗി ആദ്യം ഒന്ന് വയറിളക്കുക. വീട്ടിലെ മുഴുവൻ ആൾക്കാരും പരിപൂർണമായിട്ട് പച്ചക്കറി വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ രോഗമൊക്കെ മാറും കേട്ടോ. നിങ്ങൾ ഇതൊന്നും ചെയ്യണ്ട, ചികിത്സ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യം മാത്രമേ ചെയ്തോളൂ, പോയിക്കോളൂ നിങ്ങൾ. പിന്നെ ഇനി പോകണ്ട, കുറച്ച് പേര് ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നോളൂ. ഇവിടെ നിന്നാലുള്ളൊരു ഗുണം ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്താ അറിയോ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും ജീവിതത്തിലെ മോശമായ കുറേ അവസ്ഥകൾ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ നമ്മുടെ നാട്ടിൽ തന്നെ, കേരളത്തിൽ തന്നെ എത്ര വലിയ ഹോസ്പിറ്റലുകളുണ്ട്, എത്ര ഡോക്ടേഴ്സ് ഉണ്ട്, എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്. ഈ ഒന്നും അറിയാത്ത എന്നെപ്പോലത്തെ ഒരു പൊട്ടൻ്റെ മുന്നിൽ വന്നിട്ട് നിങ്ങളെ പോലത്തെ ഒത്തിരി ആൾക്കാർ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവില്ല. ആ കാരണം എന്താണെന്നറിയോ, ഈ രോഗം മാറുകയാണ്. ഈ രോഗം മാറുന്നൊരവസ്ഥ ഇവിടെ ഉണ്ടാവും. അങ്ങനെ ഏറ്റവും മോശമായ അവസ്ഥയിൽ വന്നിട്ട്
രോഗം മാറിയ കുറേ ആൾക്കാരെയും കഷ്ടപ്പെട്ട് കാലൊക്കെ മുറിക്കാനായി പുഴുവരിച്ച് പുഴുത്തുനാർന്ന ശരീരവുമായിട്ട് വന്ന ആൾക്കാരെയും ഇവിടെ കാണാം. അങ്ങനെ രണ്ടവസ്ഥ, ഒരു മനുഷ്യൻ്റെ രണ്ടവസ്ഥകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതൊക്കെ വേണമെങ്കിൽ കണ്ടിട്ട് പോയിക്കോളൂ. പോയിട്ടും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, എന്നെ ഒരിക്കലും കുറ്റം പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളും പഠിച്ചവൻ തന്നെ അനുഭവിച്ചു. ഞാൻ കാണുന്നില്ലല്ലോ, ഞാൻ കാണൽ ഇങ്ങനെ എഴുതിയാലൊക്കെയാണ്, ഈ എഴുതുമ്പോഴൊക്കെയാണ് ഞാൻ കാണുക, അല്ലാത്ത സമയത്ത് ഞാൻ കാണില്ല. എഴുത്തിനായി ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഞാൻ ഇങ്ങനത്തെ സാധനമൊക്കെ കുറച്ച് എഴുതിക്കളയും, പ്രണയം കാമം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് എഴുതും. അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് ഭയങ്കര തെരുവിളി. അതൊന്നും പാടില്ല കേട്ടോ. നിങ്ങൾ വിളിച്ചോ, പക്ഷെ അതൊക്കെ നിങ്ങൾ അനുഭവിച്ചു. പക്ഷെ നിങ്ങൾ വിളിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം, നിങ്ങളാരാണ്, നിങ്ങളും കറക്റ്റ് തന്നെയാണോ എന്ന് ആലോചിക്കണം. നമ്മളൊരാളെ കുറ്റം പറയുമ്പോഴേ നമ്മൾ സ്വയം ആലോചിക്കണം, നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ. നിങ്ങൾ കുറേ ആലോചിക്കുമ്പോൾ മനസ്സിൽ നിങ്ങൾ എന്നെ പോലെ തന്നെയാണ്. പക്ഷെ ഞാൻ എല്ലാം ഇത് പറയും, നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. നമ്മുടെ തമ്മിലുള്ള വ്യത്യാസം അവിടെ മാത്രമേ ഉള്ളൂ. എനിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ പറ്റും, അത് കുറച്ച് രസകരമായിട്ട് പറയാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് അത് രണ്ടും പറ്റൂല. നിങ്ങൾ പറയുകയും ചെയ്യില്ല, രസവുമില്ല. നിങ്ങളുടെ പരിപാടി എന്തല്ലോ, രാവിലെ എണീച്ച് എങ്ങനെ പൈസ ഉണ്ടാക്കാം, എന്തോ എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്നത് മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശം. പക്ഷെ ഈ പൈസ കൊണ്ട് എങ്ങനെ ജീവിക്കണം നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ജീവിക്കണം, അതായത് മരിക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ജീവിക്കുക എന്ന് പറയും. നന്നായിട്ട് രസിക്കുക, നല്ലോണം സന്തോഷങ്ങളുണ്ടാവുക, കുറച്ച് ആടുക, കുറച്ച് പാടുക, കുറച്ച് ഡാൻസ് ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക. പിന്നെ പടച്ചോനെ എപ്പോഴും വിളിക്കണമെന്ന് ഞാൻ പറയില്ല, കാരണം വെച്ചാൽ ഞാൻ തീരെ വിളിക്കാറില്ല. അതുകൊണ്ട് പടച്ചോനെ വിളിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പോൾ നിങ്ങളെല്ലാവരും വിളിച്ചോളി. പക്ഷെ എന്നാലും അത് അങ്ങനെ വിളിക്കണമെന്നൊന്നുമില്ല, കാരണം പടച്ചോനെ അറിയാലോ നിങ്ങൾക്ക് എന്താ ആവശ്യം എന്നുള്ളത്. എന്നെയും നിങ്ങളെയും പോലെ ഒന്നും അറിയാത്ത ആളല്ലല്ലോ പടച്ചോൻ. അതുകൊണ്ട് പടച്ചോന് മനസ്സിലാവും നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പടച്ചോൻ നിങ്ങൾ വേണ്ടി ശല്യപ്പെടുത്തണ്ട, കാരണം എല്ലാം അറിയുന്നവനാണെന്ന് നിങ്ങൾ തന്നെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളീ അറിയണമല്ലോ, നിങ്ങളെന്തിനാണ് വിളിക്കുന്നത്? പടച്ചോൻ നിങ്ങൾ വിളിക്കല്ല വേണ്ടത്. പടച്ചോനെ പ്രണയിക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത്, സ്നേഹിക്കാൻ പറ്റുമെന്ന്. എല്ലാ സൗഭാഗ്യങ്ങളും നൽകിയൊരു പടച്ചോനുണ്ടല്ലോ, ആ പടച്ചോനോട് നിങ്ങൾക്കൊരു മുഹബത്തുണ്ടോ, ഒരു ഇഷ്ടമുണ്ടോ? പടച്ചോനോടുള്ള ഇഷ്ടം കൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരു 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടോ? എൻ്റെ പടച്ചോനോട് എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഒരു 2 റക്അത്ത് നിങ്ങൾ ആരെങ്കിലും നിസ്കരിച്ചോ? നിങ്ങൾ നിസ്കരിച്ച എന്തിനറിയോ? അല്ലാഹ് നിസ്കരിച്ചില്ലെങ്കിൽ നാളെ നരകത്ത് പോകും, നിസ്കരിച്ചാൽ സ്വർഗത്ത് പോകും. എന്നാൽ പിന്നെ വേറെ നിസ്കരിച്ച് കളയാം. അല്ലാണ്ട് പടച്ചോനോട് സ്വർഗം കിട്ടിയാലും നരകം കിട്ടിയാലും എനിക്ക് കണക്ക് തന്നെയാണ്. എനിക്കെന്നെ പടച്ചോനോടാണ് ഇഷ്ടം എന്നൊക്കെ ആയിരിക്കും തോന്നിയിട്ടുണ്ടോ? തോന്നണ്ടേ? നിങ്ങൾ അങ്ങനെ ഒന്ന് പടച്ചോനെ വിളിച്ചു നോക്കിയാലും എന്ത് സംഭവിക്കും നോക്കുക. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. നിങ്ങൾ പടച്ചോനിലേക്ക് പോയി കഴിഞ്ഞാൽ, ദൈവത്തിലേക്ക് പോയാൽ, പടച്ചോനോ അള്ളാഹ്നോ ഈശ്വരനോ ഭഗവാനോ ബോക്കറോ ശങ്കരോ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഒരു ശക്തി ഉണ്ടല്ലോ ഈ പ്രപഞ്ചത്തിൽ. അതൊന്നും മറന്നു പോകാണ്ടിരിക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ട് ജീവിക്കുക. വിളിച്ചോ.